നമസ്കാരം. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷൻ രൂപീകരിക്കുന്നത് 1953 ജനുവരിയിലാണ്. കമ്മീഷനിലെ ഒരംഗമായിരുന്ന NS ഖജോൽക്കർ അദ്ദേഹം കമ്മീഷന്റെ രൂപരേഖ എന്തായിരിക്കണം എന്നതിനെക്കുറിച്ച് സവർക്കറുടെ അഭിപ്രായം ആരാഞ്ഞു. തൊട്ടുകൂടായ്മ വളരെ ക്രൂരമായ നിയമത്തിലൂടെ തന്നെ നിർമ്മാർജ്ജനം ചെയ്യണം എന്ന അഭിപ്രായക്കാരനായിരുന്നു സാവർക്കർ. അധകൃതർക്ക് തുല്യ പ്രാധാന്യം കൊടുക്കുവാൻ പാർലമെന്റ് നിയമനിർമ്മാണം നടത്തണം. നിയമലംഘകർക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കണം. ഷെഡ്യൂൾഡ് കാസ്റ്റുകൾക്ക് പോലീസ് സംരക്ഷണം ഉറപ്പാക്കണം. ഷെഡ്യൂൾഡ് കാസ്റ്റുകൾക്കിടയിൽ അവർ തമ്മിൽ നിലനിന്നിരുന്ന തൊട്ടുകൂടായ്മ നിയമം മൂലം നിർത്തലാക്കണം. ദാരിദ്ര്യവും നിരക്ഷരതയും അതിന്റെ തോതനുസരിച്ച് സർക്കാർ അവർക്ക് വേണ്ട സപ്പോർട്ട് ചെയ്തു കൊടുക്കണം. ഷെഡ്യൂൾഡ് കാസ്റ്റുകൾക്ക് കൊടുക്കുന്ന സംവരണവും പ്രത്യേക അവകാശങ്ങളും മതം മാറിയ ക്രിസ്ത്യാനികൾക്ക് കൊടുക്കരുത്. കാരണം അത് പ്രത്യക്ഷത്തിൽ തന്നെ മതം മാറ്റത്തെ പ്രോത്സാഹിപ്പിക്കും. മാത്രമല്ല, തൊട്ടുകൂടായ്മ ഇല്ലാത്ത മതം എന്ന് പറഞ്ഞാണ് ആയിരക്കണക്കിന് അധകൃതരെ ക്രിസ്തു മതത്തിലേക്ക് മതം മാറ്റിയത്. മതം മാറ്റിയതിന് ശേഷം മാതൃധർമ്മത്തിലെ സംവരണം ആവശ്യപ്പെടുന്നത് അപലപനീയമാണ്. 1953 സാവർക്കർ പറഞ്ഞ ഈ ആശയങ്ങൾ പാർലമെന്റ് നിയമമാക്കുന്നത് 36 വർഷങ്ങൾക്ക് ശേഷം 1989 അന്നാണ് ഷെഡ്യൂൾഡ് കാസ്റ്റ് പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വരുന്നത്. 1857 നമ്മളുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ 100ാം വാർഷികം 1957 ഡൽഹിയിൽ വെച്ച് ആഘോഷിച്ചു. ധാരാളം വിപ്ലവകാരികളും അവരുടെ ബന്ധുക്കളും പങ്കെടുത്ത അതിബൃഹത്തായ ഒരു സമ്മേളനമായിരുന്നു അത്. ഭഗത് സിംഗിന്റെ അമ്മയും ആ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. സാവർക്കർ ആയിരുന്നു സമ്മേളനത്തിലെ മുഖ്യ പ്രഭാഷകൻ. സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുവാൻ പണ്ഡിറ്റ് നെഹ്റുവിനെ ക്ഷണിച്ച സംഘാടകരുമായിട്ടായി പണ്ഡിറ്റ് നെഹ്റു പറഞ്ഞത്, സാവർക്കർ ധീരനും മഹാനായ നേതാവുമാണ്. ഞാൻ ഇംഗ്ലണ്ടിൽ വിദ്യാർത്ഥിയായിരുന്നപ്പോൾ 1857 വിപ്ലവത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പുസ്തകം ഞങ്ങൾക്ക് പ്രചോദനമായിരുന്നു. നിരവധി ഇന്ത്യക്കാരെ പ്രചോദിപ്പിച്ച മഹത്തായ പുസ്തകമാണത്. പല കാര്യങ്ങളിലും ഞങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഞാൻ സാവർക്കറെ അങ്ങേയറ്റം ബഹുമാനിക്കുന്നു. തീർച്ചയായും അദ്ദേഹത്തെ കാണുവാനും ആഗ്രഹിക്കുന്നു. എന്നാൽ ഒരേ വേദിയിൽ ഞങ്ങൾക്കിടയിലെ അഭിപ്രായ വ്യത്യാസത്തെക്കുറിച്ച് സംസാരിക്കേണ്ടി വന്നാൽ അദ്ദേഹത്തിനും എനിക്കും അത് ബുദ്ധിമുട്ടുണ്ടാക്കും. ആ ചടങ്ങിൽ ധാരാളം സംഘടനകൾ സാവർക്കറെ ആദരിച്ചു. സാഹിത്യത്തിലുള്ള സാവർക്കറുടെ സംഭാവന പരിഗണിച്ച് നിരവധി സർവകലാശാലകൾ അദ്ദേഹത്തെ ഡോക്ടറേറ്റ് നൽകി ആദരിച്ചു. 1958 സാവർക്കറുടെ അനുയായികൾ അദ്ദേഹത്തിന്റെ 75ാം ജന്മദിനം വളരെ വിപുലമായി ആഘോഷിച്ചു. മാത്രമല്ല, 1960 ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. സാവർക്കറുടെ 50 കൊല്ലത്തെ ജീവപര്യന്തം അവസാനിക്കുന്ന വർഷവും കൂടിയായിരുന്നു അത്. രാജഗോപാലാചാരി, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഡോക്ടർ S രാധാകൃഷ്ണൻ അടക്കമുള്ള നിരവധി പ്രമുഖർ അദ്ദേഹത്തെ സന്ദർശിക്കുകയോ അനുമോദിക്കുകയോ ചെയ്തു. എന്നാൽ പ്രധാനമന്ത്രി നെഹ്റുവിന്റെ ഓഫീസിൽ നിന്ന് മാത്രം യാതൊരു ആശംസാ സന്ദേശവും വന്നില്ല. സാവർക്കറിന്റെ ഏറ്റവും പ്രശസ്തമായ ബുക്കുകളിലൊന്നാണ് 6 ഗോൾഡൻ എപ്പോക്സ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി, ഇന്ത്യ ചരിത്രത്തിലെ 6 സുവർണ കാലഘട്ടങ്ങൾ. തന്റെ 80ാം വയസ്സിൽ എഴുതിയ ബുക്കാണിത്. അനാരോഗ്യം മൂലം ധാരാളം ശാരീരിക ബുദ്ധിമുട്ടുകൾക്കിടയിൽ എഴുതിയതാണിത്. വളരെ ബൃഹത്തായി ഈ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നത് 1963 മൗര്യ സാമ്രാജ്യം മുതൽ ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്നും പുറത്താക്കുന്ന കാലഘട്ടം വരെയുള്ള ഭാരതത്തിന്റെ ചെറുത്തുനിൽപ്പിന്റെ 6 സുവർണ കാലഘട്ടങ്ങളാണ് ഈ ബുക്കിലെ പ്രതിപാദ്യം. നമ്മുടെ ചരിത്ര രചന മിക്കവാറും കൊളോണിയൽ കാഴ്ചപ്പാടിലൂടെ എഴുതിയതാണ്. അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി ഭാരതീയമായ ഒരു കാഴ്ചപ്പാടിലൂടെ എഴുതിയ ചരിത്രമാണ് സാവർക്കറുടെ ഇന്ത്യ ചരിത്രത്തിലെ 6 സുവർണ കാലഘട്ടം എന്ന പുസ്തകം. പരാജിതരുടെ ചരിത്രമായാണ് നമ്മുടെ ചരിത്രം നമ്മെ സ്കൂളിൽ പഠിപ്പിക്കുന്നത്. നമ്മെ ആക്രമിച്ച് കീഴടക്കിയവർ എഴുതിയ അവരുടെ വിജയഗാഥകളാണ് നാം ഇന്നും സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന ചരിത്രം. നമ്മുടെ ശത്രുക്കൾ വസ്തുതകളായി ലോകമെമ്പാടും പ്രചരിപ്പിച്ചിരിക്കുന്ന തെറ്റായ ധാരണകൾ നാം സ്വന്തം ചരിത്രമായി അംഗീകരിച്ച് നമ്മുടെ അടുത്ത തലമുറയെ പഠിപ്പിക്കുന്നു. നമ്മുടെ സ്വന്തം ചരിത്രകാരന്മാർ പോലും നമ്മുടെ അസാധാരണമായ വീര്യത്തിന്റെയും മഹത്തായ വിജയത്തിന്റെയും ചരിത്രങ്ങളെ അവഗണിക്കുന്നു. സോമനാഥ് പോലെയുള്ള ഏറ്റവും പരിപാവനമായ ക്ഷേത്രങ്ങൾ തച്ചുടച്ചപ്പോഴും അതേ രീതിയിൽ പ്രതികരിക്കുവാൻ അവസരം ലഭിച്ചപ്പോൾ പോലും ഒരു മസ്ജിദിന്റെയും ഒരു കല്ല് പോലും
ഹിന്ദു ഇളക്കിയിട്ടില്ല. മറ്റു മതങ്ങൾ നിങ്ങളുടെ മതത്തിനോട് സഹിഷ്ണുത കാട്ടിയാൽ നിങ്ങൾ തിരിച്ചും സഹിഷ്ണുത കാട്ടണം. മറിച്ച് നിങ്ങളോട് സഹിഷ്ണുത കാട്ടാതെ നിങ്ങളെ കാഫറുകളായി കരുതി ലോകത്തു നിന്ന് തന്നെ ഉന്മൂലനം ചെയ്യുവാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അത് മതപരമായ സഹിഷ്ണുതയല്ല. എന്നാൽ എന്താണ് മതസഹിഷ്ണുതയെന്നോ അതിന്റെ പരിധി എന്താണെന്നോ ഹിന്ദുവിനെ ആരും ഒരിക്കലും പഠിപ്പിച്ചില്ല. സവർക്കർ പറയുന്നത് ഇസ്ലാമിക അധിനിവേശ കാലത്ത് മതപരമായ കടമയായി തന്നെ വലിയ തോതിൽ ഹിന്ദു സ്ത്രീകൾ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു ഹിന്ദു രാജാവും ശത്രുപക്ഷത്തെ സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയിട്ടില്ല. ആദ്യ മുസ്ലിം ആക്രമണങ്ങൾ മുതൽ ഹിന്ദുക്കൾ അതേ രീതിയിൽ തിരിച്ചടിച്ചിരുന്നുവെങ്കിൽ, ബലം പ്രയോഗിച്ച് മുസ്ലിം സ്ത്രീകളെ ഹിന്ദു മതത്തിൽ ചേർക്കപ്പെട്ടിരുന്നുവെങ്കിൽ ലക്ഷക്കണക്കിന് ഹിന്ദു സ്ത്രീകൾക്ക് അവരുടെ മതം നഷ്ടപ്പെട്ടില്ലായിരുന്നു. അവരുടെ ഭാവി തലമുറ എന്നേക്കുമായി ഹിന്ദു മതത്തിന് നഷ്ടപ്പെടില്ലായിരുന്നു. ഇത്രയൊക്കെ തങ്ങളോട് ചെയ്തിട്ടും ഹിന്ദു ഒരിക്കലും മുസ്ലിം സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയിട്ടില്ല. ഹിന്ദുക്കളുടെ ഈ ധാർമ്മിക ബോധം അധിനിവേശക്കാർ ഒരിക്കലും നന്ദിയോടെ ഓർത്തില്ല. ഹിന്ദുക്കളുടെ ഈ ധാർമ്മിക ബോധം ആത്മഹത്യാപരമായിരുന്നു. രാമനും കൃഷ്ണനും വരെ അധാർമികളായ സ്ത്രീകളെ വധിച്ചിട്ടുണ്ട്. പരാജയപ്പെടുത്തിയ യവനന്മാരുടെയും ഹൂണന്മാരുടെയും രാജ്ഞിമാരെ വിവാഹം കഴിച്ച രാജാക്കന്മാരും നമുക്കുണ്ട്. പക്ഷേ ചരിത്രത്തിൽ എവിടെയോ വെച്ച് ആത്മഹത്യാപരമായ ധാർമ്മിക ബോധം നമ്മെ കടന്നുപിടിച്ചു. സവർക്കറെ സംബന്ധിച്ച് ഹിന്ദുക്കളുടെ ഈ വൺ സൈഡഡ് ധാർമ്മികത ഏറ്റവും വലിയ വിഡ്ഢിത്തരമായിരുന്നു. നമ്മുടെ യുദ്ധനീതി പരിഷ്കൃതങ്ങളായിരുന്നു. സൂര്യൻ അസ്തമിച്ചതിന് ശേഷം നാം യുദ്ധം ചെയ്തില്ല. ആയുധമില്ലാത്തവനുമായി നാം യുദ്ധം ചെയ്തില്ല. പക്ഷേ നമ്മുടെ ശത്രുക്കൾക്ക് യാതൊരു യുദ്ധനീതിയും ഉണ്ടായിരുന്നില്ല. ധർമ്മം സംരക്ഷിക്കുവാൻ ഭഗവാൻ കൃഷ്ണൻ തന്നെ നിയമം ലംഘിച്ചിട്ടുണ്ട്. പക്ഷേ ആധുനിക ലോകത്തെ ഹിന്ദു ഈ പ്രായോഗികത മറന്നുപോയി. സവർക്കറുടെ പത്നി യമുനാഭായ് 1963 നവംബർ 8 അന്തരിച്ചു. സവർക്കറുടെ അഭിപ്രായത്തിൽ യമുനാഭായ് വളരെ വിജയകരമായി സ്വജീവിതം ജീവിച്ചു തീർത്ത വനിതയായിരുന്നു. അതുകൊണ്ട് അവരുടെ മരണം അനുശോചിക്കാനുള്ളതല്ല, ആഘോഷിക്കാനുള്ളതാണ്. യാതൊരുവിധ മരണാനന്തര ചടങ്ങുകളും നടത്തുവാൻ സവർക്കർ അനുവദിച്ചിരുന്നില്ല. എന്നിരുന്നാലും സവർക്കറുടെ മകൻ തന്റെ മാതാവിന് വേണ്ടി സവർക്കർ അറിയാതെ അന്ത്യകർമ്മങ്ങൾ ചെയ്തു. പിന്നീട് അതറിഞ്ഞ് സവർക്കർ മകന്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമായി കണ്ടതിനെ അംഗീകരിക്കുകയാണ് ഉണ്ടായത്. നെഹ്റു പ്രധാനമന്ത്രിയായിരുന്ന കാലത്തുടനീളം സവർക്കറുമായി ചേർന്ന് പ്രവർത്തിച്ചിരുന്ന വ്യക്തികൾക്ക് അതിന്റെ വില നൽകേണ്ടി വന്നിട്ടുണ്ട്. സവർക്കറുമായി വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഒരു ഫാമിലി ആയിരുന്നു മങ്കേഷ്കർ ഫാമിലി, ലതാ മങ്കേഷ്കറുടെ ഫാമിലി. ലതാ മങ്കേഷ്കറുടെ സഹോദരൻ ഹൃദയനാഥ് മങ്കേഷ്കർ, അദ്ദേഹം വളരെ പ്രശസ്തനായ ഒരു സംഗീത സംവിധായകനും ഓൾ ഇന്ത്യ റേഡിയോയിലെ ഉദ്യോഗസ്ഥനുമായിരുന്നു. 1955 ഹൃദയനാഥ് സവർക്കറുടെ കവിതകളിൽ ഒന്ന് സംഗീതം നൽകി ഓൾ ഇന്ത്യ റേഡിയോയ്ക്ക് വേണ്ടി റെക്കോർഡ് ചെയ്തു. അതിന്റെ പേരിൽ അദ്ദേഹത്തെ ഓൾ ഇന്ത്യ റേഡിയോയിൽ നിന്നും പിരിച്ചുവിട്ടു. എന്നാൽ നെഹ്റുവിന്റെ മരണശേഷം ലാൽ ബഹദൂർ ശാസ്ത്രി അധികാരത്തിലെത്തിയതോടെ സവർക്കറോടുള്ള ഗവൺമെന്റിന്റെ സമീപനത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു. സ്വാതന്ത്ര്യ സമര ഭടന്മാർക്ക് കൊടുത്തിരുന്ന പെൻഷന് വേണ്ടി സവർക്കർ സമർപ്പിച്ച എല്ലാ അപേക്ഷകളും നെഹ്റു തള്ളിക്കളഞ്ഞിരുന്നു. ശാസ്ത്രി അത് അംഗീകരിച്ചു കൊടുത്തു. സവർക്കർക്ക് ഓൾ ഇന്ത്യ റേഡിയോയിൽ ഉണ്ടായിരുന്ന വിലക്കും ശാസ്ത്രി നീക്കം ചെയ്തു. ജയോത്സുദേ, ദ ഗോഡസ് ഓഫ് ലിബർട്ടി തുടങ്ങി ധാരാളം സവർക്കർ കവിതകൾ അതിനുശേഷം ഓൾ ഇന്ത്യ റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്തു. 1965 പാകിസ്ഥാൻ യുദ്ധത്തിൽ ശാസ്ത്രിജി നേടിയ വിജയത്തിൽ ഏറ്റവും അധികം സന്തോഷിച്ച വ്യക്തികളിൽ ഒരാളായിരുന്നു സവർക്കർ. പാകിസ്ഥാനുമായി സമാധാന ചർച്ചകൾക്കായി താഷ്കണ്ടിലേക്ക് ശാസ്ത്രിജി യാത്ര തിരിക്കുമ്പോൾ പാകിസ്ഥാന്റെ വിശ്വാസ യോഗ്യതയെക്കുറിച്ച് സവർക്കർ ചില ആശങ്കകൾ പൊതുസമൂഹത്തിന് മുന്നിൽ പങ്കുവച്ചിരുന്നു. നിർഭാഗ്യവശാൽ വളരെ ദുരൂഹമായ സാഹചര്യത്തിൽ ലാൽ ബഹദൂർ ശാസ്ത്രി താഷ്കണ്ടിൽ വെച്ച് മരണപ്പെട്ടു. ശാസ്ത്രിജിയുടെയും സവർക്കറിന്റെയും ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നമസ്കാരം. വന്ദേ മാതരം.